ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് പ്രൊഫൈൽ വെരിഫിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നോർമൽ കേസിൽ നമുക്ക് ഇതിന്റെ ആവശ്യം വരാറില്ല. എന്നാൽ നിങ്ങൾ വാട്ടിയൊക്കെ പോലുള്ള ടൂൾസ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇത് നമുക്കിവിടെ സെക്യൂരിറ്റി സെന്റർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണും ഇൻഎലിജിബിൾ ഫോർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നോർമൽ കേസിൽ ഉണ്ടാവുക. സോ നിങ്ങൾ വാട്ടി പർച്ചേസ് ചെയ്തതിനു ശേഷമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വാട്ടിയിൽ നിന്ന് നിങ്ങൾ ബിസിനസ് പ്രൊഫൈൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയി കിട്ടും. എന്നാൽ അതല്ലാതെ നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആപ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ ആപ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഈ ആഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ആപ്പ് ഐ ഡി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ലോഡ് ചെയ്യുന്ന വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ അതർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് ജസ്റ്റ് നിങ്ങളെ ആ ഒരു ആപ്പിന് പേര് കൊടുക്കാൻ പറയും. ഞാൻ ജസ്റ്റ് ഇവിടെ ബൗദ്ധ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബിസിനസ് ഐ ഡി ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഇപ്പൊ ജസ്റ്റ് ബിസിനസ് ഐ ഡി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ബിസിനസ് ഐ ഡി ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ക്രിയേറ്റ് ആപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ എന്റെ ഫേസ്ബുക്കിന്റെ പാസ്വേഡ് ഇവിടെ ചോദിക്കും. ജസ്റ്റ് അത് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അതിനുശേഷം ഇവിടെ വാട്സപ്പ് എന്നുള്ളതിൽ ജസ്റ്റ് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ജസ്റ്റ് നമ്മൾ ഈ ഒരു ബിസിനസ് പ്രൊഫൈൽ സെലക്ട് ചെയ്ത് ബിസിനസ് പ്രൊഫൈൽ ഇവിടെ ഓട്ടോമാറ്റിക് സെലക്ട് ആയി വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തിട്ട് ഒന്ന് ലോഡ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് അതൊരു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളിവിടെ ബിസിനസ് സ്യൂട്ടിൽ വന്നതിന് ശേഷം സെയിം ബിസിനസ് സെറ്റിംഗ്സിൽ വന്നിട്ട് ഇവിടെ നമുക്ക് താഴെ സെക്യൂരിറ്റി സെന്ററിൽ പോയി നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം അവിടെ സ്റ്റാർട്ട് വെരിഫിക്കേഷൻ വന്നിട്ട് ആ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. എലിജിബിൾ ഫോർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടർ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കൺട്രി സെലക്ട് ചെയ്യുക. കൺട്രി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മിസ്റ്റേക്ക് വരുത്തരുത്. കൃത്യമായിട്ട് തന്നെ അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ കൺട്രി സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഗനൈസേഷന്റെ നെയിം അതിന്റെ അഡ്രസ്സ് കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങളുടെ കമ്പനിയുടെ ലീഗൽ ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ ഏതെങ്കിലും യൂട്ടിലിറ്റി ബില്ല് നിങ്ങളോട് എൻ്റർ ചെയ്യാൻ വേണ്ടി അവർ ആവശ്യപ്പെടും. അപ്പൊ അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 24 അവർ വരെ അവർ റിവ്യൂവിൽ വെക്കും. റിവ്യൂവിൽ വെച്ചിട്ട് നിങ്ങൾ കൊടുത്ത ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈല് വെരിഫൈ ആയി കിട്ടും. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈൽ വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.